വീട്ടിൽ കുറച്ച് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഞെട്ടിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഡെസേർട്ട്, അതും കുറച്ച് ക്യാരറ്റ് വെച്ച് മാത്രം ഈസി ആയിട്ട് ഉണ്ടാക്കാം. വാ, ഈ ഐറ്റം കണ്ടോ, കാണുമ്പോൾ തന്നെ ഭയങ്കര രസമുണ്ട്. അതേപോലെ ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. അലുവ കഷ്ണം പോലെ ഇരിക്കും, ഭയങ്കര സോഫ്റ്റ് ആണ്. എന്നാൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ഐറ്റവും കൂടിയാണ് ഈ ക്യാരറ്റ് പുഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതിലോട്ടൊരു മീഡിയം സൈസ് 4 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ നല്ല സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ചോപ്പറോ അല്ലെങ്കിൽ ഇതോ വെച്ച് നിങ്ങൾക്ക് നല്ല തിൻ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. അങ്ങനെ ഞാനിത് തിൻ സ്ലൈസായി കട്ട് ചെയ്തൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഞാൻ സ്റ്റൗ കത്തിച്ച് നല്ലൊരു പാന്, ഇച്ചിരി വലിയ പാൻ എടുക്കുന്നതാണ് നല്ലത്. ഞാൻ അതിലോട്ട് 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ലിറ്റർ പാലൊന്ന് എടുത്ത് ഒന്ന് ചൂടായി വന്നതും തന്നെ ഞാൻ ഇതിലോട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 200 ഗ്രാം പഞ്ചസാര ഇടുന്നുണ്ട്. മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയും ചെയ്യാം. 1 ടീസ്പൂൺ വാനില എക്സ്ട്രാക്ട് ഇടുന്നുണ്ട്. അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഇടുന്നുണ്ട്. ഈ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ നമ്മുടെ മധുരത്തിനനുസരിച്ച് കുറച്ച് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഞാൻ 1 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം ചൈന ഗ്രാസ് അല്ലെങ്കിൽ അഗർ അഗർ എന്ന് പറയുന്നത്. ആമസോണിലൊക്കെ ഉണ്ട്, ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. ഇതൊരു 1/2 കപ്പ് വെള്ളത്തിൽ ഞാൻ നല്ല രീതിക്ക് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ടൈം എടുക്കും. ആ ടൈം കൊണ്ട് നമ്മുടെ ആറിയ ക്യാരറ്റിൻ്റെ മിശ്രണം ഒരു ബ്ലെൻഡറിലിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. ഇതൊന്ന് ഞാൻ ഈ ഒരു പാനിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പം ഞാനൊരു 2 ട്രിപ്പായിട്ട് ഇത് മുഴുവൻ മാറ്റുമ്പോഴേക്കും തന്നെ നമ്മുടെ ചൈന ഗ്രാസ് ഫുള്ള് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പാൻ ഒന്നും കൂടെ ചൂടാക്കാൻ വെച്ച് അതിലോട്ട് ഈ ചൈന ഗ്രാസ് നല്ല രീതിക്ക് സ്ട്രെയിൻ ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലതായിട്ട് അരിച്ച് തന്നെ ഒഴിക്കുക, അല്ലെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് നല്ല രീതിക്ക് അരിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഇതൊന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഒരു പുഡിംഗ് ട്രേയിലോട്ട് ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ 4 ക്യാരറ്റ് എടുത്തപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം ഒരു 6-7 പേർക്ക് കഴിക്കാനുള്ള അത്രയും പുഡിംഗ് കിട്ടി. അപ്പം ഞാൻ ഇതിലോട്ട് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്ത് ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ കൊണ്ട് ഇതൊന്ന് കവർ ചെയ്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലേറ്റ് വെച്ച് മൂടിയാലും മതി. ഞാൻ ഇനി ഇതൊരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ടെക്സ്ചറിൽ സാധനം കിട്ടും. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര കൊതിയാവും കഴിക്കാനായിട്ട്. അത്രയും ഫ്ലഫിയും സോഫ്റ്റും ആണ്, നല്ല രസമാണ് കാണാനും, അപ്പോൾ അതേപോലെ തന്നെ കഴിക്കാനും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ ചൈന ഗ്രാസ് എവിടെ കിട്ടുക എന്നുള്ളത് ആമസോണിൽ നമുക്ക് അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. എനിക്ക് ആകെ കൂടെ മൊത്തം ഉണ്ടാക്കാനായിട്ട് ഒരു 200 രൂപ താഴെ ചിലവ് വന്നിട്ടുള്ളൂ. പക്ഷേ 5-8 പേർക്ക് സൂപ്പറായിട്ട് കഴിക്കാം. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.